നമസ്കാരം. ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജ് റാഗിങ്ങിലും പൂക്കോട് മോഡൽ അട്ടിമറി നീക്കം തന്നെയാണ് നടക്കുന്നത്. കേസിലെ പ്രതികൾ CPM വിദ്യാർത്ഥി സംഘടന പ്രതിനിധികളാണ്. അവരെ രക്ഷിച്ചെടുക്കാനാണ് ഈ നീക്കം. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ ഹോസ്റ്റൽ അധികൃതരുടെ മൊഴികൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെ പോലീസ് മുന്നോട്ട് പോവുകയാണ്. അസിസ്റ്റന്റ് വാർഡനെയും ഹൗസ് കീപ്പറെയും വീണ്ടും ചോദ്യം ചെയ്യും. 3 മാസമായി തുടരുന്ന പീഡനം അധികൃതർ അറിഞ്ഞില്ല എന്നത് സംശയാസ്പദമാണെന്നാണ് പോലീസ് നിഗമനം. പ്രതികൾ ഹൗസ് കീപ്പറെയും ഭീഷണിപ്പെടുത്തിയോ എന്നും സംശയമുണ്ട്. ഹോസ്റ്റലുടെ ഹൗസ് കീപ്പറുടെ മുറിയുടെ തൊട്ടടുത്താണ് റാഗിംഗ് നടന്നത്. ഇതിനിടെയാണ് വിദ്യാർത്ഥി നേതാവിന്റെ ഓഡിയോയും ചർച്ചകളിലെത്തുന്നത്. റാഗിംഗ് വീഡിയോ പുറത്തു വന്നില്ലെങ്കിൽ എല്ലാ പ്രതികളെയും സംഘടനാ കരുത്തിൽ രക്ഷിച്ചെടുക്കാമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവന്ന ഓഡിയോ. നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണം നടത്തരുതെന്നും വിദ്യാർത്ഥികൾ മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ നന്ദിനി ബാബുവിന്റെ വാട്സ്ആപ്പ് സന്ദേശം. ഇരകളുടെ വിശദാംശങ്ങൾ പുറത്തു പോകരുത്. ഇവരുമായി ബന്ധപ്പെടാൻ മാധ്യമങ്ങൾ ശ്രമിച്ചാൽ അതും അനുവദിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്റെ ഫോൺ നമ്പർ നൽകണമെന്നും യൂണിയൻ ചെയർപേഴ്സൺ അയച്ച ശബ്ദ സന്ദേശത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് സംഘടനാപരമായ ഇടപെടൽ ഉണ്ടായി എന്ന് വ്യക്തമാവുകയാണ്. സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷനാണ് യൂണിയൻ ഭരിക്കുന്നത്. പ്രതിപട്ടികയിലുള്ളവരും യൂണിയനിൽ പെട്ടവർ തന്നെ. CPM നിയന്ത്രണത്തിലുള്ളതാണ് ഈ സംഘടന. നഴ്സ് മേഖലയിൽ SFIക്ക് സംഘടനാ പ്രവർത്തനമില്ല. കോട്ടയം മൂന്നിലവ് സ്വദേശി സാമുവൽ, കോരുത്തോട് സ്വദേശി വിവേക്, വയനാട് നടവയൽ സ്വദേശി ജീവ, മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൽജിത്ത്, വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് എന്നിവരാണ് പിടിയിലായത്. അറസ്റ്റിലായ 5 പ്രതികളും റിമാൻഡിലാണ്. ഇതിൽ സംഘടനയുടെ സംസ്ഥാന നേതാവുമുണ്ട്. 3 മാസമായി പീഡനം പതിവായി നടന്ന 2 മുറികളിൽ നിന്ന് കരച്ചിൽ പുറത്തേക്ക് വരുമായിരുന്നുവെങ്കിലും ഇത് കേട്ടതായി ഒരാളും പറയുന്നില്ല. 3-ാം നിലയിലാണ് പീഡനം നടന്ന മുറി. ഇതിനോട് ചേർന്ന അസിസ്റ്റന്റ് വാർഡന്റെയും മറ്റു വിദ്യാർത്ഥികളുടെയും മുറികളുണ്ട്. പക്ഷേ ചെറിയൊരു ശബ്ദം പോലും ആരും കേട്ടില്ല. സംഭവത്തെക്കുറിച്ച് തുറന്നു പറയാനും ആർക്കും ധൈര്യമില്ല. ഒന്നും കണ്ടിട്ടില്ല, ഒന്നും അറിയില്ല എന്നാണ് പല വിദ്യാർത്ഥികളുടെയും മറുപടി. പീഡനത്തിന് ഇരയായവർ മാത്രമാണ് മൊഴി നൽകാൻ തയ്യാറായി രംഗത്ത് വരുന്നത്. ഈ സാഹചര്യം ഒരുക്കുന്നത് യൂണിയന്റെ ഇടപെടൽ തന്നെയാണ്. പൂക്കോട്ടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ SFI ആയിരുന്നു പ്രതിസ്ഥാനത്ത്. ഇവിടെ വലിയ അട്ടിമറികളാണ് നടന്നത്. തെളിവുകളൊന്നും പുറത്തു വന്നില്ല. ആരും മൊഴി കൊടുത്തില്ല. ഇത്തരത്തിലൊരു തന്ത്രം കോട്ടയത്തും നടത്താനാണ് നീക്കം. പക്ഷേ പീഡന വീഡിയോ പുറത്തു വന്നത് വലിയ തെളിവായി മാറി. ഡോക്ടർ വന്ദന വധക്കേസിലും ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിലും പ്രതിഷേധിച്ച് യൂണിയൻ നടത്തിയ സമര പരിപാടികളിൽ മുന്നിൽ നിന്നവരാണ് പിടിയിലായവർ. അതിനിടെ റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് KGSNA സംസ്ഥാന കമ്മിറ്റിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. റാഗിങ്ങിനിരയായ വിദ്യാർത്ഥികൾക്ക് നിയമപരമായും സംഘടനാപരമായും പൂർണ്ണ പിന്തുണ നൽകുമെന്നും സംസ്ഥാന പ്രസിഡന്റ് അശ്വതി അജയൻ അറിയിച്ചു. നിരവധി സംശയങ്ങൾ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ ഹോസ്റ്റൽ അധികൃതരുടെ മൊഴികൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെയാണ് പോലീസ് ഉള്ളത്. അസിസ്റ്റന്റ് വാർഡനെയും ഹൗസ് കീപ്പറെയും വീണ്ടും ചോദ്യം ചെയ്യും. ഹോസ്റ്റലിൽ മുഴുവൻ സമയ വാർഡൻ ഇല്ലാത്തതിനെതിരെയും വിമർശനമുണ്ട്. പലപ്പോഴും സീനിയർ വിദ്യാർത്ഥികളാണ് ഹോസ്റ്റൽ നിയന്ത്രിച്ചിരുന്നത്. ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നിയോഗിച്ച സംഘവും കോളേജിലും ഹോസ്റ്റലിലും എത്തി പരിശോധന നടത്തും. നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തുന്നത്. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ നിന്നും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന റാഗിങ്ങിന്റെ ക്രൂര ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഹോസ്റ്റലിൽ ജൂനിയർ വിദ്യാർത്ഥിയുടെ കൈയും കാലും കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് ശരീരത്തിൽ കുത്തി മുറിവുകളിൽ ലോഷൻ ഒഴിക്കുന്നതാണ് പുറത്തു വന്ന ദൃശ്യങ്ങളിലുള്ളത്. ഉച്ചത്തിൽ കരയുമ്പോൾ വായിലേക്ക് ലോഷൻ ഒഴിക്കുന്നതും ദൃശ്യത്തിലുണ്ട്. സീനിയർ വിദ്യാർത്ഥികളുടെ ഭീഷണി പറയുന്നതാണ് പീഡന വിവരം ആരും പുറത്തു പറയാതിരുന്നത്. ഇവർ കഴുത്തിൽ കത്തിവെച്ചാണ് ഈ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയിരുന്നത്. എതിർക്കുന്നവരെല്ലാം ഈ ദൃശ്യങ്ങൾ കാണിച്ച് പേടിപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുത്ത പോലീസ് കോളേജ് പ്രിൻസിപ്പലിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടി. നിലവിൽ കേസെടുത്തിരിക്കുന്നത് റാഗിംഗ് നിരോധന നിയമപ്രകാരമാണ്. ആരെയും റാഗ് ചെയ്യില്ലെന്നും ചെയ്താൽ നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങാമെന്നും രേഖപ്പെടുത്തിയ ബോണ്ടിൽ ഒപ്പുവെച്ച പ്രവേശനം നേടിയവരാണ് റാഗിംഗ് കേസിൽ അറസ്റ്റിലായവർ. 2009 UGC റാഗിംഗ് റെഗുലേഷൻ അനുസരിച്ചുള്ളതാണ് ഈ ബോണ്ട്. സ്ത്രീധനം വാങ്ങില്ലെന്നും ഇവർ എഴുതി കൊടുത്തിട്ടുണ്ട്. റാഗിംഗ് പരാതികളും അതിലെടുത്ത നടപടികളും വ്യക്തമാക്കി സാധാരണ കോളേജ് പ്രിൻസിപ്പൽമാർ ഓരോ മാസവും 5-ാം തീയതിക്ക് മുൻപായി വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകണമെന്നതാണ് ചട്ടം. 90 ദിവസമായി ക്രൂരമായി പീഡിപ്പിച്ചിട്ടും വിവരം പുറത്തു പറയാതിരുന്നത് എന്തെന്ന് പോലീസിന്റെ ചോദ്യത്തിന് പുറത്തറിഞ്ഞാൽ തട്ടിക്കളയുമെന്ന്
പ്രതികളുടെ ഭീഷണിയാണെന്നാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ പോലീസിനോട് പറഞ്ഞത്. വീട്ടിൽ പോലും പറയാൻ ധൈര്യമില്ലായിരുന്നു. ശനിയാഴ്ചകൾ വരുമ്പോൾ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് പേടി തുടങ്ങും. മദ്യപിക്കാൻ പണം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ സീനിയേഴ്സിന്റെ ക്രൂര പീഡനം അനുഭവിക്കേണ്ടി വരും. റൂമിലേക്ക് കയറി വന്ന് കവിളത്ത് ആഞ്ഞടിക്കും. സഹിച്ച് അനങ്ങാതിരിക്കണം. രാത്രി 11 മുതലാണ് റാഗിംഗ്. കരഞ്ഞാൽ വായിലേക്ക് ഫേസ് ക്രീം ഒഴിക്കും. റാഗിംഗ് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടെയാണ് കൂടുതൽ വിവരങ്ങൾ വീട്ടുകാരോടും പോലീസിനോടും പറയാൻ ഈ വിദ്യാർത്ഥികൾ ധൈര്യപ്പെട്ടതും. നന്ദി.